Hi students, today we will learn trigonometric functions of sum and difference of two angles. Consider a unit circle with the center at the origin. Circle positive x-axis in a meet point A. Then its coordinate is 1, 0. Now let B be a point on the circle such that angle AOB equal to x minus y. Then coordinates of B is cos x minus y, sin x minus y. Now take points P and Q on the circle such that angle AOP equal to y and angle AOQ equal to x. Then angle POQ will be equal to x minus y. Now coordinates of Q is cos x sin x. Coordinates of P is cos y sin y. Now consider triangles AOB and POQ. We have OA equal to OP equal to radius. OB equal to OQ equal to radius. And angle AOB equal to angle POQ equal to x minus y. Therefore, by SAS theorem, triangle AOB is congruent to triangle POQ. Hence, we have AB equal to PQ because corresponding sides are equal. We can find AB and PQ using distance formula. Distance formula ഓർമ്മയുണ്ടല്ലോ. x1, y1 ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, സെക്കൻഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് x2, y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോയിൻറ്റ്സ് ഇസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അത് യൂസ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ ബി നമുക്ക് റൂട്ട് ഓഫ് കോസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ റൂട്ട് ഓഫ് കോസ് എക്സ് മൈനസ് കോസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി റൂട്ട് പോവാൻ വേണ്ടി രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്യുക. ദെൻ വി ഗെറ്റ് cos x minus y minus 1 whole square plus sin x minus y whole square equal to cos x minus cos y whole square plus sin x minus sin y whole square. ഇനി a minus b whole squareൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. cos square x minus y minus 2 cos x minus y plus 1 plus നെക്സ്റ്റ് ടേം സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അഗെയിൻ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്യുക. കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 കോസ് എക്സ് കോസ് വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ. നമുക്ക് ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈയുടെ കൂടെ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ എന്ന് എടുക്കാം. പിന്നെ പ്ലസ് 1 ഉണ്ട്, മൈനസ് 2 കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കോസ് സ്ക്വയർ എക്സിൻ്റെ കൂടെ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എടുക്കുക പ്ലസ് കോസ് സ്ക്വയർ വൈയുടെ കൂടെ പ്ലസ് സൈൻ സ്ക്വയർ വൈ എന്ന് എടുക്കാം. പിന്നെയുള്ള രണ്ട് ടേംസിൽ നിന്ന് -2 ഔട്ട് സൈഡ് എടുത്താൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് വരും. ഇനി ലെഫ്റ്റ് സൈഡിൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ 1 ആണ്. 1 + 1 2 എന്ന് വരും. അപ്പോൾ 2 മൈനസ് 2 കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അതുപോലെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈയും 1 ആണ്. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആയി. 2 മൈനസ് 2 ഇൻറ്റു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. നൗ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ വി ഗെറ്റ് -2 കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2 കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇനി -2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല കോസ് ഓഫ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് ആണ്. ഇതാണ് ആദ്യം പഠിച്ചിട്ടുള്ള
ഫോമുല ഡിറൈവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഫോമുലയാണത്. ഇനി അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ഫോമുലകളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ വൈക്ക് നെഗറ്റീവ് വൈ കൊടുത്താൽ എന്താവും? എക്സ് പ്ലസ് വൈ എന്നാവും. അപ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് നെഗറ്റീവ് വൈ പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ നെഗറ്റീവ് വൈ. ഇനി അതിൽ കോസ് നെഗറ്റീവ് വൈ കോസ് വൈ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, കോസ് നെഗറ്റീവ് എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് നെഗറ്റീവ് വൈ കോസ് വൈ ആണ്. അതേപോലെ സൈൻ നെഗറ്റീവ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വൈ ആണ് വരിക. Therefore we get cos of x plus y equal to cos x cos y minus sin x sin y. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ അതുപോലെ എക്സ് പ്ലസ് വൈയുടെ കൊസൈനാണ് നമ്മൾ രണ്ട് ഫോമുല പഠിച്ചിരിക്കുന്നത്. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. സൈൻ ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ ടേംസ് നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. കോസ് ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ നമ്മൾ ടേംസ് ആഡ് ചെയ്യാണ് വേണ്ടത്. സോ വി ഹാവ് സ്റ്റഡിഡ് ടു ഫോമുല cos x minus y and cos x plus y. Now consider cos x minus y. It is equal to cos x cos y plus sin x sin y. In this formula, put x equal to pi by 2 and y equal to x. Then we get cos pi by 2 minus x equal to cos pi by 2 into cos x plus sin pi by 2 into sin x. Now we know the value of cos pi by 2 and sin pi by 2. Cos pi by 2 is 0, sin pi by 2 is 1. Therefore, we get 0 into cos x plus 1 into sin x. That is equal to sin x. Therefore, cos pi by 2 minus x equal to sin x. Next we have to find sin pi by 2 minus x. So put x equal to pi by 2 minus x in cos pi by 2 minus x equal to sin x. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എഴുതാം. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 മൈനസ് എക്സ് ബ്രാക്കറ്റിൽ. അപ്പോൾ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എക്സ് ആവും. ദസ് വി ഗെറ്റ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ നമുക്ക് സൈൻ പൈ ബൈ 2 മൈനസ് എക്സും കിട്ടി, കോസ് പൈ ബൈ 2 മൈനസ് എക്സും ഉണ്ട്. ഇത് വെച്ചിട്ട് ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എഴുതാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നല്ലേ വരിക. അപ്പോൾ കോട്ട് എക്സ് ആവും. ഇനി കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് എഴുതുന്നത്, ഈക്വൽ ടു സീക്ക് എക്സ് എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. അതുപോലെ തേർഡ് ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഈ 6 ഇക്വേഷൻസ് എഴുതി വയ്ക്കുക കേട്ടോ. ഇത് പഠിക്കാനുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി മൈനസ് എക്സ് എന്നാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ആംഗിൾ വരിക. അപ്പോൾ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സൈൻ ആണെങ്കിൽ അത് കോസ് ആവും, കോസ് ആണെങ്കിൽ സൈൻ ആവും. അപ്പോൾ സൈൻ്റെ കോ ഫംഗ്ഷനാണ് കൊസൈൻ എന്ന് പറയണത്. ടാൻ ആവുമ്പോൾ കോട്ടാവും, കോട്ടാണെങ്കിൽ ടാൻ ആവും. ടാനിൻ്റെ കോ ഫംഗ്ഷനാണ് കോട്ട്. ടാൻജൻറ്റിൻ്റെ കൂടെ കോ ആഡ് ചെയ്താൽ കോ ടാൻജൻറ്റ് എന്നാവും. അപ്പോൾ ടാനിൻ്റെ കോ ഫംഗ്ഷനാണ് കോട്ട്. കോട്ട് പൈ ബൈ 2 മൈനസ് എക്സ് പറഞ്ഞാൽ ടാൻ എക്സ് ആവും. അതേപോലെ സീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് കൊസീക്ക് എക്സ് ആവും, കൊസീക്ക് പൈ ബൈ 2 മൈനസ് എക്സ് സീക്ക് എക്സ് ആവും. കോ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതണം പൈ ബൈ 2 മൈനസ് എക്സ് വരുമ്പോൾ. സിമ്പൽ എല്ലാം പോസിറ്റീവാണ് വരിക. നമ്മൾ കോസ് എക്സ് പ്ലസ് വൈയുടെയും കോസ് എക്സ് മൈനസ് വൈയുടെയും ഫോമുല പഠിച്ചായിരുന്നു. ഇനി സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയുടെയും ഫോമുല ഡിറൈവ് ചെയ്യാം. നമുക്കറിയാം കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ ഫോമുലയിൽ എക്സിന് എക്സ് പ്ലസ് വൈ കൊടുത്ത് നോക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. ഇനി ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ കോസ് പൈ ബൈ 2 മൈനസ് എക്സ്
ഒരുമിച്ചെടുക്കുക, മൈനസ് വൈ എന്ന് വരും. ഇനി കോസ് എക്സ് മൈനസ് വൈയുടെ ഫോമുല അപ്ലൈ ചെയ്താൽ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൈ. നൗ വി നോ ദാറ്റ് cos pi by 2 minus x is sin x, sin pi by 2 minus x is cos x. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ sin x cos y പ്ലസ് cos x sin y എന്ന് വരും. ഈ ഫോമുല പഠിക്കാനുള്ളതാണ്. sin x പ്ലസ് y ഈക്വൽ ടു sin x ഇൻറ്റു cos y പ്ലസ് cos x ഇൻറ്റു sin y. Now to find sin x minus y, put y equal to minus y in this equation. Then we get sin x minus y equal to sin x into cos negative y plus cos x into sin negative y. ഇതിൽ cos negative y cos y ആണെന്നും sin negative y minus sin y ആണെന്നും നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get sin x into cos y minus cos x into sin y. Therefore sin x minus y equal to sin x into cos y minus cos x into sin y. ഇനി നമുക്ക് ഇതേപോലെ tan x പ്ലസ് വൈയും tan x മൈനസ് വൈയും കാണാൻ പറ്റും. ഇപ്പോൾ tan x പ്ലസ് വൈ കാണാൻ sin x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ cos x പ്ലസ് വൈ ചെയ്യുക. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഫോമുല കൊടുക്കുമ്പോൾ sin x cos y പ്ലസ് cos x sin y ഡിവൈഡഡ് ബൈ cos x cos y മൈനസ് sin x sin y. ഇനി നമ്മൾ ചെയ്യണ മെത്തേഡ് ഇതാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇതാണ്, നമുക്ക് tan x പ്ലസ് വൈ ടാൻ്റെ ടേംസിൽ കിട്ടണം. അപ്പോൾ ഓരോ ടേമിനെയും cos x cos y കൊണ്ട് ഡിവൈഡ് ചെയ്താൽ sin x cos y ബൈ cos x cos y പ്ലസ് cos x sin y by cos x cos y divided by cos x cos y by cos x cos y minus sin x sin y by cos x cos y. അപ്പോൾ ആദ്യത്തെ ന്യൂമറേറ്ററിലെ ആദ്യത്തെ ടേം cos y ക്യാൻസൽ ചെയ്ത് പോയിട്ട് tan x എന്ന് കിട്ടും. പ്ലസ് രണ്ടാമത്തെ ടേമിൽ cos x ക്യാൻസൽ ചെയ്ത് പോയിട്ട് tan y എന്ന് കിട്ടും. അപ്പോൾ tan x പ്ലസ് tan y ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് sin x by cos x ന് tan x എന്നും sin y by cos yക്ക് tan y എന്നും കൊടുക്കുക. Thus tan x plus y equal to tan x plus tan y divided by 1 minus tan x tan y. ഇത് പഠിക്കാനുള്ള ഫോമുലയാണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് tan x മൈനസ് വൈ. അപ്പോൾ tan x പ്ലസ് വൈയുടെ ഫോമുലയിൽ നിന്ന് tan x മൈനസ് വൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈക്ക് നെഗറ്റീവ് വൈ കൊടുത്താൽ മതി. Then tan x minus y equal to tan x plus tan negative y divided by 1 minus tan x into tan negative y. ഇനി tan negative y മൈനസ് tan y ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan x മൈനസ് tan y ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x tan y എന്നായിരിക്കും. Therefore tan x minus y equal to tan x minus tan y divided by 1 plus tan x tan y. എക്സ് പ്ലസ് വൈയുടെയും എക്സ് മൈനസ് വൈയുടെയും സൈന് കോസ് ടാൻ ഇത്രയും ഫോമുലകളാണ് നമ്മൾ പഠിച്ചത്. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. Now sin x minus y equal to sin x cos y minus cos x sin y. Cos x minus y equal to cos x cos y plus sin x sin y. Tan x minus y equal to tan x minus tan y divided by 1 plus tan x tan y. That's all for today. Write and study all the formulae. Thank you.